ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമുക്ക് വിഷു വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ വിഷു നാട്ടിലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പൂവെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. തിരുവനന്തപുരത്ത് പൂവിനൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ പൂവുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ വിഷു. വീട്ടിൽ മഴയായതുകൊണ്ട് കൊന്നപ്പൂ എല്ലാം കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് വളരെ കുറച്ച് കൊന്നപ്പൂവേ കിട്ടിയുള്ളൂ. നേരത്തെയാണ് ഇപ്രാവശ്യം കൊന്നപ്പൂ ഉണ്ടായത്. അതുകൊണ്ട് മരത്തിൽ ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ നമ്മൾ വിഷുവിന് പറിച്ചു. അങ്ങനെ നമ്മൾ വിഷുക്കണിയെല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മളൊരു വിഷു അട എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അട തന്നെ വിഷു അടയും ഉണ്ടാക്കി. പിന്നെ ഉണ്ണിയപ്പവും വച്ചു. അട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം, പിന്നെ ശർക്കര, തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി, പിന്നെ അരിമാവിൽ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇലയട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വിഷു അടയും ഉണ്ടാക്കിയത്. പിന്നെ ഈ നോർത്ത് കേരള, നമ്മുടെ തൃശ്ശൂർ തുടങ്ങി അങ്ങോട്ടൊക്കെ നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം നല്ല പടക്കമൊക്കെ പൊട്ടിക്കും. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ശീലമില്ല. അതുകൊണ്ട് നമ്മൾ വിഷുവിൻ്റെ പടക്കം ഇപ്രാവശ്യം പൊട്ടിച്ചില്ല. അവിടെ എറണാകുളത്തൊക്കെ ആയിരുന്നപ്പം പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ ഇലയട ഉണ്ടാക്കി. അപ്പോൾ ഇലയടയും പിന്നെ ഉണ്ണിയപ്പം ഇത് രണ്ടുമാണ് എക്സ്ട്രാ വച്ചത്. പിന്നെ നമ്മുടെ സാധാരണ വിഷുക്കണി, അങ്ങനെ വിഷുക്കണി ഒരുക്കി. ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ഡെക്കറേഷൻസ്. മലർമാവിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി കിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. പിന്നെ വിഷുവിൻ്റെ മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് വിഷു കൈനീട്ടമാണ്. അപ്പോൾ പണ്ടെല്ലാം നമുക്ക് കുറേ കാശിങ്ങനെ കിട്ടി നമ്മൾ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഇപ്പോൾ ആകെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് വിഷു കൈനീട്ടം കിട്ടുന്നത്. പക്ഷേ അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ വിഷു കൈനീട്ടവുമായി. അങ്ങനെ രാവിലെ വിഷുക്കടിയെല്ലാം കണ്ട് വീണ്ടും തൊട്ടടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചെത്തി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അമ്പലത്തിലൊക്കെ പോയി വന്ന് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വിശാലമായ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇഡ്ഡലി, രസവട, ചമ്മന്തി, സാമ്പാർ ഇത്രയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാങ്ങയെല്ലാം പറിക്കാൻ പോയി. മാങ്ങയെല്ലാം പറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും സദ്യയെല്ലാം ഒരു വിധമായി. അപ്പോൾ വിഷു സ്പെഷ്യൽ സദ്യയിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയായിരുന്നു മെയിൻ. മാമ്പഴ പുളിശ്ശേരിയും ഇടിച്ചക്കത്തോരനും. ഈ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സമയമായതുകൊണ്ട് വിഷുവിന് മെയിൻ സംഭവം നമ്മൾ വയ്ക്കുന്നത് ഇടിച്ചക്കത്തോരനും മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇടിച്ചക്കത്തോരൻ നമുക്കറിയാമല്ലോ, ഈ ചക്ക, ഈ അധികം വിളയാത്ത ചക്ക ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത് പിന്നെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ഇടിച്ചക്കത്തോരൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യൂബ്സായി അരിഞ്ഞു. പിന്നെ അത് കുക്കറിൽ സ്റ്റീം ചെയ്തെടുത്തു. പിന്നെ അതിൽ മറ്റേ തേങ്ങയും അതെല്ലാം മിക്സിയിൽ അരച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി. അപ്പോൾ വിഷു സ്പെഷ്യൽ ഇടിച്ചക്കത്തോരൻ ആൻഡ് മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മുടെ ഊണിന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ലഞ്ചിൻ്റെ വീഡിയോ വിശാലമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വാഴയിലയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് വാഴയിലൊക്കെ വെട്ടി നമ്മൾ വിഷുവിന് പപ്പടം, അച്ചാർ, പഴം, മുളക് വറുത്തത്, കുക്കുംബർ കിച്ചടി, കോവയ്ക്ക വിഴുക്ക്, വെണ്ടയ്ക്ക പച്ചടി, പിന്നെ സാമ്പാർ, അവിയൽ, പിന്നെ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇത്രയായിരുന്നു. ഇത് മാമ്പഴ പുളിശ്ശേരി, പിന്നെ നമ്മൾ ഒഴിക്കാനായിട്ട് മോര്. ഇത്രയായിരുന്നു നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ, സദ്യയുടെ കറികൾ. പിന്നെ ഫസ്റ്റ് നമ്മൾ സാമ്പാർ ഒഴിച്ചാണ് കഴിച്ചത്. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിരുന്നു. നമ്മുടെ പഴമാങ്ങ തന്നെ കിട്ടി. പിന്നെ പായസമായിട്ടുണ്ടായിരുന്നത് കടലപ്പരിപ്പ് പായസം. അതാദ്യം പപ്പടം ഇട്ട് കഴിച്ചു, പിന്നെ പഴം ഇട്ട് കഴിച്ചു. എനിക്ക് കൂടുതൽ പപ്പടമാണ് ഇഷ്ടം, പക്ഷേ പഴവും ഓക്കെ, രണ്ടും ഇട്ട് കഴിച്ചു. അത് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ബോളിയും പാലടപ്പായസവുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഊണ് കുശാലായി. അങ്ങനെ വിഷു സദ്യ എല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പം മണി 5 നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവം പ്രമാണിച്ച് അതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവം പ്രമാണിച്ച് പഞ്ചപാണ്ഡവരുടെ, അതായത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ 5 പേരുടെയും ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ വർഷവും സെയിം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ സെയിം രൂപം തന്നെ എല്ലാ വർഷവും റീയൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ടത് ഭീമൻ, യുധിഷ്ഠിരൻ ആക്ച്വലി ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ ഇത് അർജുനൻ, അത് കഴിഞ്ഞിട്ട് നകുലൻ, സഹദേവൻ, അങ്ങനെ 5 പഞ്ചപാണ്ഡവരുടെ ഈ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും വിഷു പ്രമാണിച്ച് തിരക്ക് കുറവും ആയിട്ടില്ല, ആവശ്യത്തിന് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര നിൽക്കാൻ പറ്റാത്തതായിട്ടൊരു അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിൽ വന്നപ്പോൾ നല്ല രസമായിരുന്നു. അമ്പലക്കുളവും അതിൻ്റെ പരിസരവും പത്മതീർത്ഥകുളവും അതെല്ലാം കൂടെ നല്ല ഒരു അനുഭവമാണ് അമ്പലത്തിൽ വരുന്നത്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ഞങ്ങളത് പ്രതീക്ഷിച്ചല്ല പോയത്. അവിടെ ഒരു സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത് കാണാം. എനിക്ക് പേഴ്സണലി ഈ ക്ലാസിക്കൽ ഡാൻസിൽ കുച്ചിപ്പുടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭരതനാട്യം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം ഒരുവിധം ഡാൻസ് അറിയാവുന്നവർക്ക് കളിക്കാം. പക്ഷേ ഈ കുച്ചിപ്പുടി ആകുമ്പോൾ ഈ പ്ലേറ്റിൽ കയറിയെന്ന് കളിക്കുന്ന കാണുമ്പം എനിക്കെന്തോ നല്ല ട്രെയിനിങ് വേണം എന്നെനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി. കുറേ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാകെ 2 കാണാനിരുന്നുള്ളൂ. പിന്നെ പത്മതീർത്ഥക്കുളത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ നല്ലൊരു വിഷു ആയിരുന്നു ഇപ്രാവശ്യം. എല്ലാവരുടെയും വിഷു നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ശിശുക്കളാ